ഗർഭചിത്രത്തെക്കുറിച്ചുള്ള സജീവ ചർച്ചയാണ് ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ. രാഹുൽ മാങ്കൂട്ടത്തിൽ നിർബന്ധപൂർവ്വം യുവതികളെ ഗർഭചിത്രം നടത്തിയതിനെക്കുറിച്ചാണ് ചർച്ചകൾ. ഇത് സംബന്ധിച്ച ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിലെ കണ്ടെത്തൽ കഴിഞ്ഞ ദിവസം ന്യൂസ് 18 പുറത്തുവിട്ടിരുന്നു. ആ റിപ്പോർട്ടിൽ പറയുന്നത് അതിങ്ങനെയാണ്: ഇരയായ യുവതികളിൽ ഒരാൾ നടത്തിയത് അശാസ്ത്രീയ ഗർഭമലസിപ്പിക്കൽ. നിർബന്ധിത ഗർഭചിത്രം നടത്താൻ ഗുളികകൾ കഴിച്ചതോടെ രക്തസ്രാവം അനിയന്ത്രിതമായി. തുടർന്ന് തലസ്ഥാനത്തെ സ്വകാര്യ ആശുപത്രിയിൽ യുവതി ചികിത്സ തേടിയതിനും തെളിവുണ്ട്. ഇത്തരത്തിൽ അശാസ്ത്രീയമായ ഗർഭചിത്രം എന്തൊക്കെ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളാണ് ഒരു സ്ത്രീ ശരീരത്തിൽ ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? ഒരു ജീവൻ നിഷ്പ്രയാസം ഇല്ലാതാക്കുന്ന ടാബ്ലറ്റ് മിസോപ്രോസ്റ്റോൾ സൂക്ഷിച്ച് ഉപയോഗിച്ചില്ലെങ്കിൽ ഗർഭിണിയായ യുവതിയുടെ മരണത്തിന് വരെ കാരണമാകും. അതുകൊണ്ട് തന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ശേഷം മാത്രമേ സാധാരണ നിലയിൽ ഈ ഗുളിക നൽകുകയുള്ളൂ. അതും പരിചയസമ്പന്നനായ ഗൈനക്കോളജിസ്റ്റിന്റെ സാന്നിധ്യത്തിൽ മാത്രം. ഗുളിക നൽകിക്കഴിഞ്ഞാൽ തുടർച്ചയായ ദിവസങ്ങളിൽ ആവർത്തിച്ചുള്ള സ്കാനിംഗ് അനിവാര്യം. ടാബ്ലറ്റിന്റെ ഗുരുതര സ്വഭാവം കൊണ്ട് തന്നെ ഡോക്ടറിന്റെ കുറിപ്പടിയില്ലാതെ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് ഗുളികകൾ ലഭിക്കില്ല. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് ഈ ഗുളികകൾ എങ്ങനെ കിട്ടി? ആര് നൽകി? രാഹുലിന് ഈ ബുദ്ധി ഉപദേശിച്ചത് ആര്? ഒരു ജീവന്റെ തുടിപ്പിനെ ഇല്ലാതാക്കാൻ മാത്രമല്ല, ആ ജീവൻ വഹിച്ച സ്ത്രീ ശരീരത്തെ നശിപ്പിക്കാനും പ്രഹരശേഷിയുള്ളതാണ് മിസോപ്രോസ്റ്റോൾ ഗുളികകൾ. ഈ ഗുളികകളാണ് ഇരകളെ നിർബന്ധപൂർവ്വം രാഹുൽ മാങ്കൂട്ടത്തിൽ കഴിപ്പിച്ചതെന്നാണ് ആരോപണം. ആമാശയത്തിലെ സംരക്ഷിത പാളിയായ മ്യൂക്കസ് വർദ്ധിപ്പിച്ചുകൊണ്ടാണ് ഈ ടാബ്ലറ്റിന്റെ പ്രവർത്തനം. ഫലം നിരവധി പാർശ്വഫലങ്ങൾ. ഗർഭസ്ഥ ശിശുവിനെ കൊല്ലുന്നതിനൊപ്പം അമ്മയിൽ അനിയന്ത്രിത രക്തസ്രാവം. തീരുന്നില്ല. ഗുരുതരമായ അലർജി, ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ട്, ഹൃദയമിടിപ്പ് കൂടുക, മുഖത്തും ചുണ്ടുകളിലും വീക്കം, ചൊറിച്ചിൽ, ചർമ്മത്തിൽ ചുവന്ന പാടുകൾ എന്നിവ ഇതിന്റെ മറ്റ് അനന്തരഫലം. ഈ ഗുളികകൾ ഉണ്ടാക്കുന്ന പ്രത്യാഘാതത്തെക്കുറിച്ച് ഞങ്ങളും അന്വേഷിച്ചു. പ്രമുഖനായ ഫാർമസിസ്റ്റ് ഞങ്ങളോട് പങ്കുവച്ച വിവരങ്ങൾ ഒന്ന് കേട്ടു നോക്കൂ. സാധാരണ അബോർഷന് വേണ്ടി ഉപയോഗിക്കുന്ന സാധനമാണ് ഈ മിസോപ്രോസ്റ്റോൾ എന്ന് പറയുന്നത്. ഇത് ഡോക്ടറെ പ്രിസ്ക്രൈബ് ഇല്ലാതെ ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ലാത്ത ഒരു സാധനമാണ്. കാരണം ഇത് നമ്മൾ സ്വന്തമായി ഉപയോഗിച്ചാൽ ഏതെങ്കിലും കാരണവശാൽ ഇത് ഉള്ളിൽ വെക്കുകയും കുറച്ച് കഴിക്കുകയും ചെയ്യുന്നവരുണ്ട്. ഇത് കഴിക്കുമ്പം ഓവർ ബ്ലീഡിങ് ഉണ്ടാവുകയാണെങ്കിൽ ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ ഇത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ഓവർ ബ്ലീഡിങ് ആവുകയും ഇത് വെക്കുന്ന ആൾക്ക് ഡെത്ത് വരെ സംഭവിക്കാനുള്ള സാഹചര്യം ഉണ്ടാവും. അതുകൊണ്ട് ഈ മിഫിപ്രസ്റ്റോൾ ആയാലും മിസോപ്രസ്റ്റോൾ ആയാലും ഇത് ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെയും ഡോക്ടറിന്റെ അണ്ടറിലല്ലാതെ ചെയ്യാൻ പാടില്ല. ഇത് ഹോസ്പിറ്റലൈസ് ചെയ്ത് മാത്രം ഉപയോഗിക്കുന്ന സാധനമാണ്. ഇത് ഉപയോഗിച്ചാൽ കാലക്രമേണ ഇതിനകത്ത് എന്തെങ്കിലും, അതായത് നമ്മൾ സ്വന്തമായിട്ട് വീട്ടിൽ ഉപയോഗിക്കുകയാണെങ്കിൽ ഇത് പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ മെഡിക്കൽ സ്റ്റോറുകൾ കൊടുക്കാൻ പാടില്ല. ഒരു മെഡിക്കൽ സ്റ്റോറുകാരും പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ ഇത് ഒരിക്കലും കൊടുക്കുകയോ അത് സ്വന്തമായി ചികിത്സിക്കുകയോ ആരെയും കൊടുത്താൽ തന്നെ അത് ഗുരുതരമായ തെറ്റാണ്. ഈ മിഫിപ്രസ്റ്റോളും മിസോപ്രസ്റ്റോളും ഇതിന്റെ ഒരു വേറൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഇത് ഹോസ്പിറ്റലൈസ്ഡ് അല്ലെങ്കിൽ രോഗിക്ക് ഡെത്ത് വരെ സംഭവിക്കാം ഓവർ ബ്ലീഡിംഗ് ആയിട്ട്. മാത്രമല്ല ഇതിന്റെ അതായത് ഒരു ഭ്രൂണം മൊത്തത്തിൽ പോകുകയും എന്ന് അറിയണമെങ്കിൽ അത് ഹോസ്പിറ്റലിൽ ചെയ്തിട്ട് അത് പിന്നീട് സ്കാൻ ചെയ്ത് നോക്കിയെങ്കിൽ മൊത്തം പോയിട്ടുണ്ടോ ഇല്ലെന്നൊക്കെ അറിയാൻ പറ്റും. അതുകൊണ്ട് ഇത് ഹോസ്പിറ്റലിൽ വെച്ച് മാത്രം ചെയ്യേണ്ട സാധനമാണ്. ഇത് ഒരിക്കൽ പോലും ഏതെങ്കിലും ഒരു മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് മേടിച്ചിട്ടുണ്ടെങ്കിൽ ആ മെഡിക്കൽ സ്റ്റോറുകാരനും ഇത് കുഴപ്പമാണ്. ഒരു ഡോക്ടറുടെ നിർദ്ദേശത്തിലും സാന്നിധ്യത്തിലും മാത്രം കഴിക്കേണ്ട മരുന്നാണിത്. ഈ മരുന്നാണ് ഇടനിലക്കാരനെ ഉപയോഗിച്ച് ഇരകളിലേക്ക് രാഹുൽ എത്തിച്ചത്. പത്തനംതിട്ട സ്വദേശിയും തന്റെ വിശ്വസ്തനുമായ സുഹൃത്ത് മുഖേനയാണ് ഗുളികകൾ കൈമാറിയത്. തന്ത്രപൂർവ്വം ടാബ്ലറ്റ് കഴിക്കാൻ യുവതിയെ നിർബന്ധിച്ചു. ഗുളികകളുടെ പാർശ്വഫലങ്ങൾ ഇരയിൽ നിന്ന് ബോധപൂർവം മറച്ചുവെച്ചു. ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ ഈ ടാബ്ലറ്റ് കഴിക്കുന്നത് യുവതിയുടെ ജീവന് തന്നെ ഭീഷണിയാണെന്ന് യുവ MLA അറിയാത്തതാണോ? സ്വന്തം പ്രതിച്ഛായ നഷ്ടപ്പെടാതിരിക്കാൻ ബോധപൂർവം ചെയ്ത കടും കയ്യും. രാഹുലിനെ വിശ്വസിച്ച് 16 ആഴ്ച പിന്നിട്ട ഗർഭം അവൾ ഇല്ലാതാക്കി. ഇന്നും പൂർണ്ണമായ വിവരങ്ങൾ പുറത്തു പറയാൻ ദുരനുഭവങ്ങൾ നേരിട്ട അവൾക്ക് ഭയമാണ്. എങ്കിലും മെഡിക്കൽ രേഖകളും ശാസ്ത്രീയ തെളിവുകളും ഒന്നൊന്നായി പുറത്തു വരികയാണ്. ഗർഭനിരോധന ഗുളികകൾ മെഡിക്കൽ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ യുവതിക്ക് എങ്ങനെ എത്തിച്ചു നൽകാൻ കഴിഞ്ഞു എന്നതും ക്രൈംബ്രാഞ്ച് അന്വേഷണ പരിധിയിലുണ്ട്. യുവതിയെ പരിശോധിച്ച ഡോക്ടറുടെ മൊഴിയെടുക്കാനുള്ള നീക്കവും ക്രൈംബ്രാഞ്ച് ആരംഭിച്ചു കഴിഞ്ഞു. ഫോൺ സംഭാഷണങ്ങളും വാട്സാപ്പ് ചാറ്റുകളും എല്ലാം സ്വീകരിക്കാനുള്ള നീക്കത്തിലാണ് ഉദ്യോഗസ്ഥർ.
പ്രതിയെ സഹായിക്കാൻ സംശയകരമായ നീക്കങ്ങൾ നടത്തുന്ന രാഹുൽ വലയത്തിലെ പലരും നിരീക്ഷണത്തിലുമാണ്. ക്രൈംബ്രാഞ്ച് തെളിവുകൾക്ക് പിന്നാലെയാണ്. ലഭിച്ച ശക്തമായ തെളിവുകൾ വെച്ച് തന്നെ ക്രൈംബ്രാഞ്ചിന്റെ ചോദ്യമുനയിലേക്ക് രാഹുലിന് വരേണ്ടി വരും. സത്യത്തെ മായ്ക്കാൻ ഒരു ഗുളികയ്ക്കും ആകില്ലല്ലോ.